ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു കുഞ്ഞു ക്രിസ്മസ് സമ്മാനം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, നമ്മൾ പോപ്കോണൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കപ്പാണ്. ഇത് ഞാൻ നന്നായി വാഷ് ചെയ്ത് അതുമതി സ്റ്റിക്കറൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമ്മളൊരു കുഞ്ഞൊരു സ്നോ ഗ്ലോബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് പകരമായിട്ട് നമുക്ക് സാധാരണ പ്ലാസ്റ്റിക് കുപ്പികളുണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു എഡ്ജിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഏകദേശം 1 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ ആ വട്ടത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ തെർമോക്കോൾ ഉണ്ടല്ലോ, അത് വെറുതെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതുമായി ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ സ്നോ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത സ്ഥലത്ത് നമ്മൾ ഈ തെർമോക്കോളിൻ്റെ ഈ പീസസ് വെച്ച് കൊടുക്കുക. അതവിടെ നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊന്നും വെച്ച് ചെയ്യരുത് കേട്ടോ, പറന്ന് മൊത്തമാവും. ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മളിത് ചുറ്റും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം. അടുത്തതായിട്ട് ഞാനൊരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുഞ്ഞി ക്രിസ്മസ് ട്രീസ് നമുക്ക് വാങ്ങാനും കിട്ടും, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. അതുപോലെ തന്നെ ചെറിയ ക്രിസ്മസ് സാൻറ്റേനെയും നമുക്ക് വാങ്ങാൻ കിട്ടും, അത് വാങ്ങണമെങ്കിലും വാങ്ങാം. ഞാനിപ്പോൾ ക്രിസ്മസ് ട്രീ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഈ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഈ ഒരു മോഡൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് കണ്ടു നോക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് സ്നോ വീഴുന്നൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തെർമോക്കോളിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുകയാണ്, ഒരു സ്നോ വീഴുന്നൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ കട്ട് ചെയ്ത ഒരു കാർഡ്ബോർഡ് പീസിൽ ഒരു റൗണ്ട് ഷേപ്പിലൊരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മളെടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് കപ്പ് ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടിയതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതിൽ റെഡ് കളറുള്ള പേപ്പർ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് വേണ്ടത് പഞ്ഞിയാണ്. അത് നമ്മൾ കറക്റ്റ് നമ്മളെടുത്തിരിക്കുന്ന പേപ്പർ കപ്പ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കപ്പ്, അതിൻ്റെ അളവിന് മതി. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അവിടെ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ആ അളവിൽ മാത്രമേ നമുക്ക് പഞ്ഞി ഒട്ടിച്ചു കൊടുക്കണ്ടോ. അപ്പോൾ അത് വരച്ചു കൊടുത്തിട്ട് ആ അളവിൽ ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ പഞ്ഞി ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ പഞ്ഞി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ 2-3 ഗിഫ്റ്റ് ബോക്സ് പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിൽ തെർമോക്കോൾ പീസസ് തന്നെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഏതെങ്കിലും കളർ പേപ്പർ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഒന്നുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് തെർമോക്കോൾ ബോൾസ് കളറായിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അത് അവിടെ ഇവിടെ ആയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടി ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ ആ പ്ലാസ്റ്റിക് കപ്പ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കപ്പിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയും ഉയരം കൂടിയതാകുമ്പോൾ ഒരു ഭംഗിയില്ല, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉയരം ഒന്ന് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഗോൾഡൻ കളറുള്ളത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ബ്ലാങ്ക് ആയിട്ടിരിക്കല്ലേ, നമ്മൾ ആ പേപ്പർ ഗ്ലൂ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു അഭംഗി പോലെ തോന്നി. അപ്പോൾ ഞാൻ ഫോം ഷീറ്റ് തന്നെ, ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തതാണിത്. ഇത് നമ്മൾ നേരെ അവിടേക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒന്നും കൂടിയും ഒരു ഭംഗിയായ പോലെയൊക്കെ തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നമ്മൾ ഗോൾഡൻ കളറിലുള്ള ഫോം ഷീറ്റ് ഒട്ടിച്ചതെടുത്ത് മാറ്റി അവിടെയും ഞാൻ റെഡ് കളർ ആക്കാൻ പോവാണ്. അപ്പോൾ അത് നമ്മൾ വെറുതെ ഒട്ടിച്ചു കൊടുക്കല്ല, റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒട്ടിക്കുക. അപ്പോൾ നമുക്കൊരു മേൽക്കൂര പോലെ കിട്ടും. ഇതാണ് നമ്മളിതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്.
ഇനി ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കിത് എവിടെയെങ്കിലും തൂക്കിയിടാനാണ് ഇഷ്ടമെങ്കിൽ, ചിലപ്പോൾ ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയിടാൻ താല്പര്യമുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ഒരു സൂചി നൂലും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കോർത്ത് കൊടുക്കുക, ഒരു കൊളുത്ത് പോലെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മൂടി ഇതുമ്മ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും കൊളുത്തിടാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ സ്നോ ഗ്ലോബ് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും നമ്മുടെ കൈകൊണ്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുണ്ടായിരിക്കും. ഒന്നും കൂടി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി നല്ല ഭംഗിയിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടി നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ക്രാഫ്റ്റ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്രാഫ്റ്റ് സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്തായാലും കുറവുകളൊക്കെ ഉണ്ടായിരിക്കും, അറിയാം. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ എന്തായാലും അടുത്ത പ്രാവശ്യം നല്ല അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.